ശ്രീ അരുൺകുമാർ, ഇ ഡിക്ക് തുടർച്ചയായി കിട്ടുന്ന അടികളിൽ ഒന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നേരത്തെ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തോമസ് ഐസക്ക് സമീപിച്ചപ്പോൾ വലിയ തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ഒരു സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. അതിനുവേണ്ടി അന്വേഷണ ഏജൻസിയെ ഇ ഡിയെ കൂടി ഉപയോഗപ്പെടുന്നു. അങ്ങനെ ഒരു സ്റ്റേ ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡിക്ക് വരുമ്പോൾ അത് തിരിച്ചടി കിട്ടുന്നത് കേന്ദ്ര സർക്കാരിന് കൂടിയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ലിറ്റിഗേഷൻസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. അതിടയ്ക്ക് ഡിവിഷൻ ബെഞ്ചിൽ വരെ പോയത് നമുക്ക് ഓർമ്മയുള്ളതാണ്. ഫെമ നിയമപ്രകാരം റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുവാദത്തോടെ തന്നെയാണ് മറ്റു പല സ്ഥാപനങ്ങളും ചെയ്തതുപോലെ തന്നെയാണ് കിഫ്ബി മസാല ബോണ്ട് സ്വീകരിച്ചത്. ആ മസാല ബോണ്ട് സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രയർ സാങ്ഷനാണ്, മുൻകൂർ അനുവാദമാണ്. ആ അനുവാദം വാങ്ങിച്ചിരിക്കുന്നുവെന്നും ഫെമ നിയമം കൃത്യമായിട്ട് പാലിച്ചു എന്നും ഇ ഡി പല ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിംഗ്സിൽ ഇ ഡിയുടെ നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും അതുകൊണ്ട് എന്ത് നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത് എന്നതടക്കം കോടതി ചോദിച്ചിരുന്നു. അന്ന് പല ഘട്ടത്തിലും 3 മാസം വേണം, 6 മാസം വേണം, 1 കൊല്ലം വേണം എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയതല്ലാതെ യഥാർത്ഥ കാരണം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ ആ നോട്ടീസ് അസ്ഥിരപ്പെടുത്തുന്നതും വലിയ ശക്തമായ പരാമർശം ഇ ഡിക്കെതിരെ ഹൈക്കോടതി നടത്തിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതിനിടയിലാണ് ആ കേസ് പെൻഡിങ് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചു. തോമസ് ഐസക്കിനെയോ ബന്ധപ്പെട്ട കക്ഷികളെയോ ഒന്നും കേൾക്കാതെ തന്നെ ഞങ്ങൾ ഇത് അന്വേഷണം പൂർത്തീകരിച്ചു, അതിൽ ഒരു അനോമലി കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ് എന്ന രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മുമ്പ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു, കിഫ്ബിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി ഇ ഡി കൊടുത്തത്. നമുക്കറിയാം, ഇപ്പോ ഓണം വന്നു, വിഷു വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇ ഡിയുടെ ഒരു നോട്ടീസ് കേരളത്തിൽ വരുന്നതാണ്. പക്ഷെ വലതുപക്ഷവും മാധ്യമങ്ങളും അത് വലിയ ആഘോഷമായിട്ട് മാറി. വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് ഇ ഡിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ആ നോട്ടീസിനെ എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത്, പ്രചരിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ സാഹചര്യത്തിൽ ഇന്നത്തെ കോടതിയുടെ ഇടക്കാല ഉത്തരവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരു തരത്തിലും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാതെ, ഭരണഘടനാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ ഒരു അന്വേഷണ ഏജൻസി കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരു സംസ്ഥാന ഭരണത്തെ അസ്ഥിരപ്പെടുത്താനും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുവാനും പൊതുസമൂഹത്തിൽ അവരെ തേജോവധം ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറമ്പതിക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 3 മാസത്തേക്ക് ആ നോട്ടീസ് സ്റ്റേ ചെയ്തിരിക്കുന്നു, മറ്റു തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുണ്ട്. ഇത്തരത്തിൽ തെറ്റായ പ്രവണതകൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി നേതൃത്വം കൊടുക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ അരുൺകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച